തന്നെ പലപ്പോഴും ഉലമാക്കളുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകളിൽ കുറെ അറിവില്ലാത്ത ആളുകൾ ചെയ്യാറുണ്ട്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അൽ-ഇമാം അൽ-ബുഖാരി റഹിമഹുള്ളാഹിയുടെ അദബുൽ മുഫ്രദ് എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അടുത്ത ബാബു സിലത്തി ദിർ റഹിം അൽ മുശ്രികി വത്തഹ്ദിയ. മുശ്രിക്കായിട്ടുള്ള കുടുംബബന്ധമുള്ള ആളുമായിട്ടുള്ള ബന്ധം ചേർക്കുക, അതുപോലെ അവർക്ക് ഹദിയ നൽകുക എന്നുമായി ബന്ധപ്പെട്ട ബാബാണ്. ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ് നമ്മൾ മുമ്പേ വായിച്ചിട്ടുള്ളതാണ്. ഇതേ കിതാബിൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പട്ടിന്റെ ഒരു വസ്ത്രം വാങ്ങിക്കൊള്ളാൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വർഗത്തിലാണ് നമുക്കുള്ളത്, അത് മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന് അതേപോലെ ഒരു വസ്ത്രം കൊടുത്തയച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഇത് ധരിക്കുക റസൂലേ, അന്ന് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിനക്ക് ധരിക്കാനല്ല, അത് നിനക്ക് വിൽക്കാം, അല്ലെങ്കിൽ നിന്റെ അടുത്ത കുടുംബക്കാർക്കാർക്കെങ്കിലും നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ലാത്ത തൻ്റെ ഒരു കുടുംബക്കാരന് അത് നൽകുകയുണ്ടായി. അപ്പോൾ ഈ ഹദീസ് ബാബിൽ കൊടുക്കാനുള്ള കാരണം മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും കുടുംബബന്ധം എന്ന നിലക്കുള്ള ബന്ധം ചേർക്കാവുന്നതാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബു തഅല്ലമു മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പര പഠിക്കുക, മനസ്സിലാക്കുക, അറിയുക. എന്തിനാണത്? അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കും. അതാണ് ബാബ്. ഈ ബാബിലെ ഹദീസ് അൻ ജുബൈർ ഇബ്നു മുത്ഇം അന്നഹു സമിഅ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ അലൽ മിൻബർ. ഉമർ റളിയല്ലാഹു അൻഹു മിൻബറിൽ നിന്ന് ഖുത്ബ നിർവഹിക്കുമ്പോൾ പറയുന്നതായി കേട്ടു എന്ന് ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു പറയാണ്, തഅല്ലമു അൻസാബക്കും. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പര പഠിക്കുക. അഥവാ നമ്മുടെ ഉപ്പാന്റെ ഉപ്പ അങ്ങനെ കുടുംബ പരമ്പര പഠിക്കുക. സുമ്മ സിലു അർഹാമക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക. വല്ലാഹി ഇന്നഹു ലയകൂനു ബൈന അർറജുലി വബൈന അഖീഹി ശൈഅ വലൗ യഅലമു അല്ലദീ ബൈനഹു വബൈനഹു മിൻ ദാഖിലത്തി അർറഹിം ലൗസഅഹു ദാലിക അൻ ഇന്തിഹാഖിഹി. അതായത് അവനും അവന്റെ മറ്റൊരു സഹോദരനുമായിട്ടുള്ള മുസ്ലിമായ സഹോദരനുമായിട്ടുള്ള കുടുംബ ബന്ധം അവരറിയുകയും അത് മുഖേന അത് ചേർക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ കുടുംബ ബന്ധം അതിനെതിരായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോ പരമ്പര പഠിക്കുക, കുടുംബ പരമ്പര അറിയുക, പഠിക്കുക എന്നുള്ളത് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പ്രധാന ലക്ഷ്യത്തിനാണ് നമ്മുടെ കുടുംബക്കാർ ആരൊക്കെയാണെന്ന് അറിയുകയും അവർ മുഖേനയുള്ള ആ ബന്ധം അത് കാത്തു സൂക്ഷിക്കാനും ആ ബന്ധം പുലർത്താനും ബന്ധം ചേർക്കാനും വേണ്ടി കുടുംബ പരമ്പര അറിയുക എന്നുള്ളത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇഹ്ഫദു അൻസാബക്കും. നിങ്ങൾ നിങ്ങളുടെ തലമുറകൾ പഠിക്കുക, മനസ്സിലാക്കുക. തസ്ലു അർഹാമക്കും. അങ്ങനെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക. ഫഇന്നഹു ലാ ബുഅദ ബിർറഹിം ഇദാ ഖറബത് വഇൻ കാനത് ബഈദതുൻ. നിങ്ങളുടെ അടുത്ത ബന്ധമുള്ള ഒരു രക്തബന്ധമുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ള ആൾ എത്ര ദൂരെയാണെങ്കിലും ആ ദൂരം കാരണത്താൽ ആ ബന്ധം എന്താകുന്നില്ല, അകലത്തിലാകുന്നില്ല. വലാ ഖുർബ ബിഹാ ഇദാ ബഅദത് വഇൻ കാനത് ഖരീബതുൻ. അവർ അകന്ന കുടുംബ ബന്ധമാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ അവർ അകന്ന കുടുംബ ബന്ധമാണ്, പക്ഷെ അവർ താമസമോ മറ്റോ നമ്മുടെ അടുത്തിട്ടാണ്, അതിന്റെ പേരിൽ അവര് അടുത്തൊരു കുടുംബക്കാരനുമാകുന്നില്ല. അതായത് ഈ
കുടുംബ തലമുറകൾ പഠിക്കുക, അറിയുക എന്നുള്ളതിന്റെ ലക്ഷ്യം ആരാണ് നമ്മോട് ഏറ്റവും അടുത്തിട്ട് ബന്ധമുള്ളത്, ആരാണ് വിദൂരത്തുള്ളത് എന്നെല്ലാം മനസ്സിലാക്കി കുടുംബ ബന്ധം ചേർത്ത് മുന്നോട്ട് പോകാനാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുല്ലു റഹിമിൻ ആതീഹി യൗമൽ ഖിയാമ അമാമ സാഹിബിഹാ, എല്ലാ ഈ കുടുംബ ബന്ധവും നാളെ ഓരോ വ്യക്തിയുടെ മുമ്പിലായിക്കൊണ്ട് നാളെ പരലോകത്ത് വന്നു ചേരും. തശ്ഹദു ലഹു ബിസില, കുടുംബ ബന്ധം ചേർത്തവുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിക്കും. ഇൻ കാന വസലഹ, അത് കുടുംബ ബന്ധം ചേർത്തവനാണെങ്കിൽ. അതായത് നമ്മൾ ഓരോരുത്തരും പരലോകത്തെത്തുമ്പോൾ കുടുംബ ബന്ധം നമ്മുടെ മുൻപിലായിട്ടുണ്ടാകും. ചേർന്നവനാണെങ്കിൽ ആ ചേർത്തിയതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട്, വഅലൈഹി ബിഖതിഅ ഇൻ കാന ഖതഅഹ, അവൻ ആ കുടുംബ ബന്ധം മുറിച്ചവനാണെങ്കിൽ അവൻ മുറിച്ചവനാണ് എന്ന നിലക്ക് പറഞ്ഞുകൊണ്ട് തന്നെ, അത് അറിയിച്ചുകൊണ്ട് തന്നെ കുടുംബബന്ധം അവിടെ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ഹദീസുകളിലെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? കുടുംബബന്ധം ചേർത്തവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധം ചേർക്കും, കുടുംബബന്ധം മുറിച്ചവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയും ബന്ധം മുറിക്കുമെന്നുള്ളത്. അടുത്ത ബാബു മൗലൽ ഖൗമി മിൻ അൻഫുസിഹിം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അടിമകൾ എന്നുള്ളത് നമുക്കറിയാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോ ഒരു സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ എല്ലാം അടിമകൾ എന്നുള്ളത് അത് ആ സമൂഹത്തിന്റെ ആളുകളായിട്ടാണ് എണ്ണാറുള്ളത്. അവരുടെ സമൂഹത്തിന്റെ ആളുകളായിട്ടാണ് അതിനെ എണ്ണാറുള്ളത്. അതറിയിക്കുന്ന ഹദീസാണ്. عن رفاعة بن رافع أن النبي صلى الله عليه وسلم قال لعمر رضي الله عنه, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇജ്മഅ ലി ഖൗമക്, നീ നിന്റെ ആളുകളെ എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞു. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ച് പറയാണ്. അതിന്റെ ഉദ്ദേശം മുഹാജിറുകളായിട്ടുള്ള ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടാനാണ് പറയുന്നത്. ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ള ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ഫജമഅഹും, ഉമർ റളിയല്ലാഹു അൻഹു അവരെയൊക്കെ വിളിച്ചു കൂട്ടി. ഫലമ്മ ഹദറു ബാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹി ഉമർ ഫഖാല, അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുമ്പിൽ എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഖദ് ജമഅതു ലക ഖൗമി, നബിയെ താങ്കൾക്ക് വേണ്ടി ഞാൻ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫസമിഅ ദാലികൽ അൻസാർ, ഈ സമയം അൻസാരികൾ ഇതിനെപ്പറ്റി കേട്ടു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ പ്രത്യേകം വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് മദീനക്കാരായിട്ടുള്ള അൻസാരികൾ കേട്ടു. ഫഖാലു, അവർ പറഞ്ഞു, ഖദ് നസല ഫീ ഖുറൈശി അൽ വഹി, ഖുറൈശികൾക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അഥവാ ഖുറൈശികളുടെ വിഷയത്തിൽ മാത്രമായി, മുഹാജിറുകൾക്ക് മാത്രമായിട്ട് വഹി എന്തോ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഫജാ അൽ മുസ്തമിഉ വന്നാദിറു മാ യുഖാലു ലഹും, അങ്ങനെ ആളുകൾ ഇത് കേട്ടവരും ഇത് കണ്ടവരൊക്കെ എന്താണ് അവർക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിലായി. فخرج النبي صلى الله عليه وسلم فقام بين أظهرهم فقال, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ മുഹാജിറുകൾ ഖുറൈശികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള അവരെ ഇടയിൽ ചെന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, ഹൽ ഫീകും മിൻ ഗൈരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഖുറൈശികളല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൗമിൽപ്പെട്ടതല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാലു, അപ്പൊ അവർ പറഞ്ഞു, നഅം, ഉണ്ട്, ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഫീന ഹലീഫുന വബ്നു ഉഖ്തിന വമവാലിന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളോട് കരാറിലായിരിക്കുന്ന ഖുറൈശികളല്ലാത്ത കുറെ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരി പുത്രന്മാരുണ്ട്. സഹോദരിമാര് എന്താ പിന്നെ വേറെ വിവാഹത്തിലേക്കാണ് വിവാഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഖൗമാര്, അപ്പൊ അവരുടെ പുത്രന്മാരായിട്ടുള്ളവരുണ്ട്. വമവാലീന, ഞങ്ങളുടെ അടിമകളുണ്ട് എന്ന് പറഞ്ഞു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുറൈശികളോട്, ഹലീഫുനാ മിന്ന, കരാറിലുള്ള ആളുകൾ നമ്മുടെ പെട്ടവർ തന്നെയാണ്. വബ്നു ഉഖ്തിനാ മിന്ന, നമ്മുടെ സഹോദരിമാരുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വമവാലീനാ മിന്ന, നമ്മുടെ അടിമകളും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. വഅൻതും തസ്മഊൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന ഔലിയാഇ മിൻകും അൽ മുത്തഖൂൻ, എന്റെ വലിയകളായിട്ടുള്ളത്, അപ്പൊ എന്നോട് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ എന്നുള്ളത് നിങ്ങളിൽ മുത്തഖീങ്ങളാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ്. ഫൈൻ കുൻതും ഉലൈക ഫദാക, നിങ്ങൾ അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാനമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കലും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലും നല്ല സ്ഥാനമുണ്ട്. വഇല്ല, ഇനി ഇല്ല എങ്കിൽ ഫൻദുറു, നിങ്ങൾ നോക്കിക്കൊള്ളുക. ലാ യഅതി അന്നാസു ബിൽ അഅമാലി യൗമൽ ഖിയാമ വതഅതൂന ബിൽ അസ്ഖാൽ,
ജനങ്ങൾ നാളെ പരലോകത്ത് കർമ്മങ്ങളുമായി വരുന്ന സന്ദർഭത്തിൽ തഖ്വയില്ലാത്ത ആളുകൾക്ക് അവരുടെ പാപങ്ങൾ ഒരു ഭാരമായിട്ടായിരിക്കും ഉണ്ടാവുക. ഫയുറദു അൻകും, അത് നിങ്ങളുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്ന അവസ്ഥയിൽ ഉണ്ടാവും. സുമ്മനാദ ഫഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, വറഫഅ യദഹു യളഉഹാ അലാ റൂസി ഖുറൈശ്, ഖുറൈശികളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പ്രത്യേകമായി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ഖുറൈശൻ അഹ്ലു അമാന, ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ അത് അമാനത്തിന്റെ ആളുകളാണ്, വിശ്വസ്തതയുടെ ആളുകളാണ്. മൻ ബഗാ ബിഹിം, അവരോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ, ഖാല സുഹൈർ, ഇതിന്റെ റാവിയിൽ പറയാണ്, അളുന്നുഹു ഖാല അൽ അവാസിർ കബ്ബഹുല്ലാഹു ലിമൻ ഖറൈഹി യഖൂലു ദാലിക 3 മർറാത്ത്, അവരോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ അവർക്കെതിരെ അള്ളാഹു നിൽക്കുന്നതാണ് എന്ന് 3 തവണ ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ തന്റെ സമൂഹത്തിനോട്, മുഹാജിറുകളായിട്ടുള്ള ആളുകളോട് സംസാരിച്ച ഒരു സംസാരവും ഖുറൈശികളുടെ ഒരു ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഒരു ഹദീസാണ്. ഇവിടെ ഈ ബാബിൽ നമ്മൾ ഈ ഹദീസ് പറയാനുള്ള കാരണം ആ ഭാഗം മാത്രം കുറച്ച് വ്യക്തമായി പറയുകയാണ്. ഇവിടെ അവരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കുടുംബക്കാരാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിലല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഹലീഫുന വബ്നു ഉഖ്തിന, അതുപോലെ തന്നെ മവാലീന. അപ്പോ കുടുംബബന്ധം ചേർക്കപ്പെടേണ്ടവരിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ് കരാറുമായി ബന്ധപ്പെട്ട്, അന്ന് ഗോത്രങ്ങൾ തമ്മിൽ കരാറുകൾ ഉണ്ടാവും, ആ കരാറിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ സഹോദരീ പുത്രന്മാരും അതുപോലെ തന്നെ അടിമകളും. ഒരു സമൂഹത്തിന്റെ അടിമകൾ എന്നുള്ളത് അവരുടെ കൂട്ടത്തിലായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അപ്പൊ അതറിയിക്കാനാണ് ഈ ബാബിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തഖ്വ എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്. അള്ളാഹുവിന്റെ അടുക്കലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലാവട്ടെ ഒരു ഉന്നത സ്ഥാനം നൽകുന്ന ഒരു കാര്യമാണ് തഖ്വ ഉണ്ടാവുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഔലിയാഇ മിൻകും അൽ മുത്തഖൂൻ. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആദരവുള്ള ആളുകൾ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അഥവാ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ ചെയ്യുന്നവരാണ് എന്ന് കാണാം. അപ്പൊ ഈ ഹദീസിൽ അടിമകൾ ഒരു കുടുംബത്തിൽപ്പെട്ട പോലെ തന്നെ കണക്കാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ബാബ്, ബാബു മൻ ആല ജാരിയതൈനി ഔ വാഹിദതൻ, 2 മക്കളെ, 2 പെൺകുട്ടികളെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ, അങ്ങനെ ഉള്ള പെൺമക്കളെ സംരക്ഷിച്ച, അവർക്ക് ചെലവിന് കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തവർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. عن عقبة بن عامر قال سمعت رسول الله صلى الله عليه وسلم يقول, عقبة بن عامر رضي الله عنه ذلك النبي صلى الله عليه وسلم പറഞ്ഞു, من كان له 3 بنات, ആർക്കെങ്കിലും 3 പെൺമക്കൾ ഉണ്ടാവുകയാണ്, വസബറ അലൈഹിൻ, അവരുടെ വിഷയത്തിൽ ക്ഷമിക്കുകയാണ്, അഥവാ അവരുടെ വിഷയത്തിൽ അവരുടെ മേലെയുള്ള അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും, അതുപോലെ 3 പെൺമക്കൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ വിഷമമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ അവരെ സംരക്ഷിക്കുകയും, വകസാഹുന്ന മിൻ ജിദ്ദതിഹി, അവന്റെ പരിശ്രമത്തിൽ നിന്ന് അവന്റെ ആ പെൺമക്കൾക്ക് വസ്ത്രം ധരിപ്പിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നോക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും, കുന്ന ലഹു ഹിജാബുൻ മിനന്നാർ, അങ്ങനെ അവൻ ചെയ്തു കഴിഞ്ഞാൽ ആ 3 പെൺമക്കൾ നരകത്തിന്റെ മുമ്പിൽ അവനൊരു മറയായിട്ടുണ്ടാകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകൾ, ഇനി പറയുന്ന ഹദീസുകളും അതുപോലെ ഈ ഹദീസും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ, അവർക്ക് പെൺമക്കൾ ഉണ്ടാവുക എന്നുള്ളത് അത്രയും നിന്ദ്യമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അവരുടെ മുഖം വളരെയധികം ഇരുണ്ടു പോകുന്ന, വിഷമത്തിലാകുന്ന അവസ്ഥയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ ആ കൂട്ടത്തിൽ അവർക്ക് ജനിക്കുന്ന പെൺമക്കളെ ആ ജനിച്ച ഉടനെ തന്നെ കൊന്നുകളയുമായിരുന്നു. പല രൂപങ്ങൾ കാണാൻ സാധിക്കും. ചിലർ ഒരു കുഴി കുത്തി അതിന്റെ അടുക്കലാണ് ഭാര്യയെ പ്രസവിക്കുക. അത് പെൺകുട്ടിയാണെങ്കിൽ നേരെ ജീവനോടെ തന്നെ ആ കുഴിയിൽ മറമാടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ ചില ആളുകൾ കുട്ടി ജനിച്ച് പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് വളർന്ന് നടക്കാനും കുറച്ച് പ്രായം എത്തുമ്പോൾ അതൊന്ന് അണിയിച്ചൊരുക്കി
കൊണ്ടുപോയി ഏതെങ്കിലും വിജനമായ പൊട്ടക്കിണറ്റിലോ മറ്റോ ഇട്ട് കൊണ്ടുപോയി ഉപ്പ തള്ളുമായിരുന്നു. അങ്ങനെ പെൺമക്കൾ ഒരു മോശമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകൾ പറയുന്നത്. ഇസ്ലാം സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നൽകിയ സംരക്ഷണവും അവരെ നോക്കി വളർത്തുന്നതിനുള്ള പ്രതിഫലവും അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിൽക്കാലത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പല മതങ്ങളുടെയും ആദർശങ്ങളെയും ചട്ടങ്ങളെയും നോക്കിക്കഴിയുമ്പോൾ സ്ത്രീകളോട് ഏറ്റവും അനീതിയും സ്ത്രീകളെ ഒരു മനുഷ്യവർഗത്തിൽ തന്നെ കൂട്ടാതെ എണ്ണിയിരുന്ന ഒരു കാലം യൂറോപ്യൻ അതുപോലെ തന്നെ റോം സംസ്കാരങ്ങൾക്ക് പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല മതങ്ങളിലും സ്ത്രീകളെ വളരെയധികം ഉപദ്രവിക്കുന്ന തരങ്ങളിൽ അവരോടുള്ള അനീതി കാണിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം കുട്ടികളോടാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതിനും അവരെ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്നതിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ അവരെ മേലെ ചെലവഴിക്കുന്നതിൽ ഒരു വ്യത്യാസമില്ലാതെ അവരെ സംരക്ഷിക്കുന്നതിനുമെല്ലാം പ്രത്യേകം ശ്രേഷ്ഠത പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഹദീസുകളാണ് ഇനി ബാബിൽ വരുന്നത്. അടുത്ത കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുദ്രികുഹു ഇബ്നതാൻ, ഒരു മുസ്ലിമുമില്ല അവന് 2 പെൺമക്കൾ ഉണ്ടാവുക, ഫയുഹ്സിനു സുഹ്ബതഹുമാ, അവരോട് ഏറ്റവും നല്ല രീതിയിലാണ് അവൻ പെരുമാറിയത്, അവരോട് ഏറ്റവും നല്ല രീതിയിലാണ് അവരോടൊപ്പം അവൻ ജീവിച്ചത്, ഇല്ലാ അദ്ഖലതാഹു അൽ ജന്ന, അങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 പെൺമക്കൾ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് ഈ 2 പെൺമക്കൾ പ്രവേശിപ്പിക്കുന്നതാണ്, അഥവാ പ്രവേശിക്കാൻ ഇത് കാരണമാകും. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഇമാം സിന്ദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, തുദ്രികു ലഹു ബനതാൻ മൻ അദ്റക ഇദാ ബലഗ, അഥവാ പ്രായപൂർത്തി എത്തുന്നത് വരെ ആ മക്കളെ നോക്കി. വഇന്നമാ ഖയ്യദ ബിദാലിക ലിഅന്ന അൽബിൻത തഗ്ഫുലു അനിൽ അബി ബഅദ അൽബുലൂഗ് ഫറുബ്ബമാ തുഅദ്ദി അൽകറാഹ ഇലാ സൂഇൽ മുആമല ഫബയ്യന അന്ന ഹുസ്നുൽ മുആമലതി അഅലമു അജ്റൻ, അഥവാ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഉപ്പയിൽ നിന്ന് അകലുന്ന അല്ലെങ്കിൽ വിവാഹം എല്ലായിട്ട് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ഇടപഴകുന്നതെല്ലാം വ്യത്യാസമായിട്ട് വരും. പക്ഷെ ഉപ്പ നോക്കേണ്ട ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രവേശിപ്പിക്കാൻ ഒരു കാരണമാകും, അഥവാ ഈ ഉപ്പയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ആ മക്കൾ കാരണമാകും. عن جابر بن عبد الله حدثهم قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ഈ ബാബിൽ, മൻ കാന ലഹു 3 ബനാതിൻ, ആർക്കാണോ 3 പെൺമക്കൾ ഉണ്ടാകുന്നത്, യുവീഹിന്ന, അവരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചു, വയക്ഫീഹിന്ന, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അവൻ മതിയായവനായി അവൻ ചെയ്തു കൊടുത്തു, വയർഹംഹുന്ന, അവരോട് കാരുണ്യം കാണിച്ചു, ഫഖദ് വജബത് ലഹുൽ ജന്ന അൽബത്ത, അവന് തീർച്ചയായിട്ടും സ്വർഗം നിർബന്ധമാകും, അതിലൊരു സംശയമില്ല. അവന് സ്വർഗം നിർബന്ധമാകും, അതിലൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഒരു വ്യക്തി ചോദിച്ചു, ഫഖാല റജുലുൻ മിൻ ബഅദിൽ ഖൗം വസിൻതൈൻ, 2 പെൺമക്കളാണെങ്കിലോ റസൂലേ, 3 കാര്യമല്ലേ പറഞ്ഞു, 2 പെൺമക്കളാണെങ്കിലോ യാ റസൂലല്ലാഹ് ചോദിച്ചു. ഖാല വസിൻതൈൻ, 2 പെൺമക്കളാണെങ്കിലും ഇതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാനീയങ്ങളും എല്ലാം നോക്കി വളർത്തിക്കഴിഞ്ഞാൽ അവരുടെ മേലെ സ്വർഗം നിർബന്ധമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആണെങ്കിലും 2 ആണെങ്കിലും. അതുപോലെ തന്നെ അടുത്ത ബാബു മൻ ആല 3 അഖവാത്ത്, 3 സഹോദരിമാരെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുകയും അവരുടെ മേലെ ചെലവിന് കൊടുക്കുകയും ചെയ്ത ആളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. عن أبي سعيد الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يكون لأحد 3 بنات, ഒരാളുമില്ല അവന് 3 പെൺമക്കൾ ഉണ്ടാവുകയാണ്, ഔ 3 അഖവാത്തിൻ, അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ടാവുകയാണ്, ഫയുഹ്സിനു ഇലൈഹിൻ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ ഇഹ്സാൻ ചെയ്യുകയാണ്, നന്മ ചെയ്യുകയാണ്, ഇല്ലാ ദഖൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല, അവൻ സ്വർഗത്തിൽ എന്തായാലും പ്രവേശിക്കും. അപ്പൊ 3 പെൺമക്കളെ മാത്രമല്ല, നമ്മുടെ സഹോദരിമാരായിട്ട് 3 സഹോദരിമാരുണ്ടെങ്കിൽ അവരെയും ഏറ്റവും നല്ല രീതിയിൽ നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗപ്രവേശനത്തിന് അതൊരു കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അടുത്ത ബാബു ഫദ്ലി മൻ ആല ഇബ്നതഹു അൽ മർദൂദ, വിവാഹം കഴിച്ചു വിട്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്ന ഭർത്താവ് മരിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താവ് തുലാഖ് ചെയ്തിട്ടോ
തിരിച്ച് വീട്ടിലേക്ക് എത്തിയ മകളെ, ആ മകളെ നോക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അനിൽ മിഖ്ദാം ഇബ്നു മഅദി ഖരിബ് അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മിഖ്ദാം ഇബ്നു മഅദി ഖരിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടു, മാ അത്അംത നഫ്സക ഫഹുവ ലക സദഖത്തുൻ, നീ നിന്റെ സ്വന്തത്തിന് വേണ്ടി ഭക്ഷിപ്പിക്കുന്നത്, നീ നിന്റെ സ്വന്തത്തിനെ ഭക്ഷിപ്പിക്കുന്നത് നിനക്ക് സദഖയാണ്. നിയ്യത്തുണ്ടെങ്കിൽ, അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് അല്ലാഹു തആല എനിക്ക് നൽകിയ ഈ ശരീരം, ആ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നത് ആ നിയ്യത്തുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് നിയ്യത്തുണ്ടെങ്കിൽ അത് സദഖയാണ്. വമാ തുഅംത വലദക ഫഹുവ ലക സദഖ, നീ നിന്റെ മക്കൾക്ക് നീ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, നീ ഭക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും സദഖയാണ്. വമാ തുഅംത സൗജക ഫഹുവ ലക സദഖ, നീ നിന്റെ ഭാര്യക്ക് ഭക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുള്ള നൽകുന്നുണ്ടെങ്കിൽ അത് നിനക്ക് സദഖയാണ്. വമാ തുഅംത ഖാദിമക ഫഹുവ ലക സദഖ, നീ നിന്റെ ജോലിക്കാരന്, അടിമക്ക്, ജോലിക്കാർക്ക് ഭക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് സദഖയാണ്. ഇത് മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ മേലെ ദീന് മാറ്റി വെച്ചാൽ പോലും ഒരു മാന്യതയുടെ ബാബിൽ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇസ്ലാമിൽ ഈ കാര്യങ്ങൾ പോലും ഒരാൾ സ്വന്തത്തിന് ഭക്ഷണം ആലോചിച്ച് നോക്കും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി, നമ്മുടെ ബാധിക്കുന്ന ദോഷം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ആ ഭക്ഷണം നമ്മൾ നമുക്ക് വേണ്ടി കഴിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നിയ്യത്തുണ്ടെങ്കിൽ അത് സദഖയാണെന്നാണ്. അതുപോലെ തന്നെ ഭാര്യയാവട്ടെ, മക്കളാവട്ടെ, ജോലിക്കാരാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, അങ്ങനെ എല്ലാവരും. ഇവിടെ ഈ ബാബ് എന്താണ് നമ്മൾ പറഞ്ഞത്? ബാബിന്റെ പേരെന്താ പറഞ്ഞത്? തൊലാഖായി വന്ന അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടുള്ള മകളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബാബ്. ഹദീസ് ഈ ഹദീസാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഹദീസൊന്നും ഈ ബാബിലില്ല. എന്താണ് ഇമാം ബുഖാരി ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം? ബുഖാരി ഇപ്പോൾ സഹീഹുൽ ബുഖാരി ആണെങ്കിലും ഇമാം ബുഖാരിയുടെ കിതാബുകളാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതായത് ഇന്ന ഒരു ബാബ് ഒന്ന് കൊടുത്തിട്ടുണ്ടാവും, അതിനുശേഷം ഹദീസ് കൊടുത്തിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഹദീസായിരിക്കും. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ സഹീഹുൽ ബുഖാരിയിലെ ജാബിർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഓർമ്മ ഒരു ഹദീസ് കാണാം. അതിന്റെ ബാബ് ബുഖാരിയിൽ അതിന്റെ ബാബ് പറയുന്നത് ഭർത്താവിന്റെ വേറെ ഭാര്യയിലുള്ള മക്കളെ നോക്കുന്നതിന്റെ ഫضല് എന്നാണ് പിന്നെ ബാബ്. പക്ഷെ ആ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ് ഒരു സഹാബി വിവാഹം കഴിച്ചപ്പോ വിധവയായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരാൾ വിവാഹം കഴിച്ചു. അപ്പൊ ചോദിച്ചു, എന്താണ് ഇങ്ങനെ കല്യാണം, ചണക്കൊരു ബിക്കറിനെ പിന്നെ കന്യകയായിട്ടുള്ള ചെറിയ പ്രായം കുറഞ്ഞവരെ കല്യാണം കഴിക്കാമായിരുന്നത് ചോദിച്ചപ്പോ സഹാബി പറഞ്ഞു, എനിക്ക് സഹോദരിമാരുണ്ട്, എത്തീമകളാണ്, എന്റെ ഉപ്പയമ്മ ഇല്ല, അപ്പൊ അവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുക, എന്നാ നല്ലതാണെന്ന് പറഞ്ഞു ഈ ഹദീസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ബാബ് അത് പറയുകയും ഹദീസ് ഇത് കൊടുക്കുകയും ചെയ്ത്? കാരണം ഭർത്താവിന്റെ സഹോദരിമാരെ നോക്കുന്നത് തന്നെ ഫضലുള്ള കാര്യമാണെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഫضലാണ് എന്ത്? ഭർത്താവിന്റെ മക്കളെ നോക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹദീസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബാബ് വരാനുള്ള കാരണം ഇവിടെ സ്വന്തത്തിനും സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒക്കെ സദഖയാണെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും അർഹതയുള്ള ഒരാൾ ആരാണ്? ഒരു വിവാഹം കഴിഞ്ഞു പോയി ഉപ്പയുടെ സംരക്ഷണത്തിൽ നിന്ന് വേറൊരു ഭർത്താവിന്റെ സംരക്ഷണത്തിലേക്ക് പോയി ഭർത്താവ് മരിക്കുകയോ ഭർത്താവ് വിവാഹമോചനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചു ഉപ്പാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുകയും അവരോട് ആവശ്യമായിട്ടുള്ള അവർക്ക് ചെലവിന് കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്തിൽപ്പെട്ട കാര്യമാണ്? സ്വതക്ക തന്നെയാണ്. പലപ്പോഴും നാടുകളിൽ ഉണ്ടാകുന്നത് ആ പെൺകുട്ടിക്ക് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടുകളിൽ കാണും വളരെ ഒരു വിഷമം ഉണ്ടാവുക. കാരണം വീണ്ടും ഉപ്പാക്ക് പ്രായമായിട്ടുണ്ടാവും, ഉപ്പാന്റെ ചെലവിന് ഉപ്പാക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന നിലക്കൊക്കെ പല രീതിയിൽ. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള മകളെ നോക്കുന്നതും സ്വതക്കയാണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്, അവരെ ഭക്ഷിപ്പിക്കുന്നതും നാളെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അടുത്ത ബാബ്, ബാബു അൽ വലദി മബ്ഖലത്തുൻ മജ്ബലത്തുൻ. ഈ ബാബ് പറയുന്നത് മക്കൾ എന്നുള്ളത് പിശുക്കുണ്ടാക്കുന്നവരും അതുപോലെ ഭീരുത്വം ഉണ്ടാക്കുന്നവരുമാണ്. മക്കൾ എന്നുള്ളത് ഒരാൾക്ക് ഒരു ഉപ്പായെ സംബന്ധിച്ചിടത്തോളം അയാളെ പിശുക്കനാക്കുന്നതും അതുപോലെ അയാളെ ഭീരുമാക്കുന്നതുമാണ് മക്കൾ എന്നാണ് ഈ ബാബ് കൊടുത്തിട്ടുള്ളത്. ഈ ബാബിലെ ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല അബൂ ബക്കർ റളിയല്ലാഹു അൻഹു യൗമൻ. ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി അല്ലാഹുവാണ്, മാ അലാ വജ്ഹിൽ അർദി റജുലുൻ അഹബ്ബ ഇലയ്യ മിൻ ഉമർ.
ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്ന ആളുകളിൽ ഉമറിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വേറൊരാളും ഇല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷമായിരിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളിൽ ഉമറിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ഫലമ്മ ഖറജ റജഅ, അങ്ങനെ പുറത്തു പോയിട്ട് മടങ്ങി വന്നു. വീട്ടിൽ നിന്നാണ് പറയുന്നത്, ആയിഷ ബീവി കേട്ടതാണ്, വീട്ടിൽ നിന്ന് പറയാണ്. അപ്പൊ പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ഫഖാല, തിരിച്ചു വന്നിട്ട് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ ഹലഫ്തു ഐ ബുനയ്യ, എന്റെ മോളെ ഞാൻ എന്ത് പറഞ്ഞിട്ട്, എന്താ സത്യം ചെയ്ത് പറഞ്ഞ വാക്ക് എന്തായിരുന്നു? വല്ലാഹി ഇട്ടിട്ടല്ലേ പറയുന്നത്, വല്ലാഹി പറഞ്ഞ ഹൽഫാൻ, പിന്നെ തെറ്റാൻ പാടില്ല. അപ്പോ ഞാൻ എങ്ങനെയാണ്, എന്താണ് ഞാൻ പറഞ്ഞ ആ വാക്ക്? ഒരു സംശയം വന്നു, ഞാൻ എന്താ ശരിക്കും പറഞ്ഞു ചോദിച്ചു. ഫഖുൽതു ലഹു, അപ്പോ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, എന്താണ് പറഞ്ഞു. ഫഖാല, അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്സു അലയ്യ, അതെ ഉമർ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. വൽ വലദു അൽ വതു, പക്ഷേ ഏതൊരു മനുഷ്യനും അവരുടെ മക്കളാണ് അവരുടെ ഏറ്റവും അടുത്തുണ്ടാവുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവിടെയും ബാബിന്റെ പേര് മക്കൾ പിശുക്കുണ്ടാക്കുന്നവരും വീരത്വം ഉണ്ടാക്കുന്നവരുമാണ് എന്നാണ്. ഹദീസ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ ബാബിന് പേര് വരാനുള്ള കാരണം വേറൊരു ഹദീസ് സ്വഹീഹായി തന്നെ സ്വഹീഹ സുനൻ ഇബ്നു മാജയിൽ വന്നിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ വലദ മബ്ഖലത്തുൻ മജ്ബലത്തുൻ, തീർച്ചയായും മക്കൾ ഒരാളെ ഭീരുവാക്കുന്നതും പിശുക്കനാക്കുന്നതുമാണ് എന്ന് വന്നിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ, ചിലപ്പോൾ ഒരാൾ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ധാരാളം സ്വതക്ക കൊടുക്കുന്ന ആളായിരിക്കും, ധാരാളം ചെലവഴിക്കുന്ന ആളായിരിക്കും മറ്റുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ യുദ്ധത്തിനൊന്നും പോകാൻ യാതൊരു ഭീരുത്വവും ഇല്ലാതെ ധീരതയോടുകൂടി പോരാടുന്ന ആളായിരിക്കും. പക്ഷെ മക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാവും, അവൻ ചെലവഴിക്കുന്നതിൽ കുറവ് വരും. അവന്റെ മക്കൾക്ക് ഉണ്ടാകുമോ എന്നുള്ള പേടി കാരണം അവൻ ചെലവഴിക്കുന്നതിൽ നിന്ന് കുറഞ്ഞ് പിശുക്കനായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മജ്ബനത്ത്, മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് യുദ്ധത്തിന് പോകുമ്പോൾ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കൾ എത്തിയുമാവുമല്ലോ, എന്റെ മക്കൾ അനാഥരാകുമല്ലോ എന്നുള്ള പേടി കാരണത്താൽ ഭീരുവാകാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാവർക്കും എന്നല്ല, ഭൂരിഭാഗം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. വേറെ ചില ഹദീസുകൾ മഹ്സനത്താണ്, മജ്ഹലത്താണ് എന്ന് കൂടി വന്നിട്ടുണ്ട്. മഹ്സനത്ത് എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാക്കുന്നവരാണ്, അഥവാ മക്കൾ കാരണത്താൽ ദുഃഖമുണ്ടാകും. അതുപോലെ മജ്ഹലത്ത്, മക്കൾ കാരണത്താൽ ജഹൽ ബാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉപ്പ അറിവ് നേടേണ്ട സമയം കൂടി മക്കളുടെ വിഷയത്തിൽ മുഴുകിപ്പോകും. എന്നിട്ട് എന്താകും? ഉപ്പാക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കാതെ അറിയാതെ ജഹ്ല് ബാധിക്കും. ഈ രീതിയിൽ എല്ലാ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള അസറിൽ എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, അവിടുത്തെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ നിന്ന് പറയാൻ, എനിക്ക് ഉമറിനെയാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഇഷ്ടം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ഫദ്ലുള്ള രണ്ടാളുകൾ ആരാണ്? ഒന്നാമത്തെ ആൾ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞിട്ടുള്ള ആളാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവര് മൂന്ന് പേരും അവരുടെ ഖബറുകൾ ഒരുമിച്ചിട്ടാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉമറും അബൂബക്കറും അവിടെ ഇല്ല എങ്കിൽ കൂടി ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയും. ഓരോ ഹദീസാണ്, ചെന്നായ സംസാരിച്ച കാര്യം, അതുപോലെ പശു സംസാരിച്ച കാര്യം, അങ്ങനെ ആളുകളുടെ ഒക്കോലിന് നേരാവണ്ണം വിശ്വസിക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയും, അബൂബക്കർ ഉമർ അവിടെ ഉണ്ടാവില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാനും അബൂബക്കറും ഉമർ അത് വിശ്വസിച്ചിട്ടുണ്ട് പറയും, ഞാനും അബൂബക്കറും ഉമറും അത് വിശ്വസിച്ചിട്ടുണ്ട് പറയും. അപ്പൊ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആളുകളായിരുന്നു ഈ രണ്ടുപേർ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വിഷമങ്ങളെല്ലാം, ചില ആഗ്രഹങ്ങളെല്ലാം പ്രകടിപ്പിക്കാറുള്ളത് ഈ രണ്ടാളുകളോടാണ്. അപ്പോ തീർച്ചയായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തുണ്ടാവും? ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം സ്നേഹം ഉണ്ടാവും. പക്ഷേ മക്കളുടെ അടുക്കലാണ് അത് പറഞ്ഞിട്ട് പോയത്. അപ്പൊ തിരിച്ചു വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് എന്താ പറഞ്ഞത്, തെറ്റായി പോയോ ശരിയായില്ലേ എന്നൊരു സംശയം. അങ്ങനെ വന്നപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ഞാൻ എന്താ പറഞ്ഞത്? അപ്പൊ തിരിച്ചു പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ്, ഉമറിന് എനിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പക്ഷെ ഏതൊരാൾക്കും മക്കളായിരിക്കും എന്തുണ്ടാവുക, കൂടുതൽ അടുത്തതായിട്ട് ഖൽബിനോട് ചേർന്നിട്ടുണ്ടാവുക എന്ന് പറയാനുള്ള കാരണം. മക്കളായിരിക്കും ഒരാൾക്ക് കൂടുതൽ അടുത്തത് എന്ന് ഒന്നുകൂടി മാറ്റി പറയേണ്ട ആവശ്യം വന്നു. നമുക്ക് മനസ്സിലാകുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ ഈ അസർ കൊടുക്കാനുള്ള കാരണം, ഒരു അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു സ്നേഹം അവിടെ ആദ്യം പറഞ്ഞിട്ടും മക്കളുടെ ഒരു മസ്ലഹത്ത് പരിഗണിച്ചുകൊണ്ട് മക്കൾക്ക് ഒരു വിഷമമാകണ്ട എന്നുള്ളത് കൊണ്ടും അതുപോലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും
മക്കൾ അടുത്തവരാണ് എന്ന് പറയാൻ പിന്നെ ഒരു മാറ്റി പറയാൻ അല്ലെങ്കിൽ ഒന്ന് തിരുത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറായി. അപ്പോ ഇവിടെ ഉദ്ദേശം മക്കൾ കാരണത്താൽ ഒരാൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് ഈ ബാബിൽ കൊടുക്കുന്ന മറ്റൊരു ഹദീസ്. അൻ ഇബ്നു അബീ നുഅം ഖാല കുൻതു ഷാഹിദൻ ഇബ്നു ഉമർ. അദ്ദേഹം പറയാം, ഞാൻ ഒരു ദിവസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഇദ് സഅലഹു റജുലുൻ അൻ ദമിൽ ബഊറ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാള് ഒരു സംശയം ചോദിക്കുകയാണ്, ദീനിയായിട്ടൊരു ഫത്വ ചോദിക്കുകയാണ്. വിഷയം കൊതുകിന്റെ ചോരയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കൊതുകിന്റെ ചോര അത് നജസാവോ അല്ലെങ്കിൽ അത് നിസ്കരിക്കാൻ പറ്റുമോ അതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കണം. ഫഖാല, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു അയാളോട്, മിമ്മൻ അൻത, നീ ഏത് കൂട്ടത്തിൽ നിന്നാണ്, ഏത് നാട്ടിൽ നിന്നാണ്, ഏത് സമൂഹത്തിൽ നിന്നാണ്, ഏത് ഗോത്രത്തിൽ നിന്നാണ്, ആ അർത്ഥത്തിൽ. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിൻ അഹ്ലിൽ ഇറാഖ്, ഞങ്ങള് ഇറാഖിൽ നിന്നാണ് പറഞ്ഞത്, ഞാൻ ഇറാഖിൽ നിന്നാണ് പറഞ്ഞു. ഫഖാല, അപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദാ, ഇവന്റെ അവസ്ഥ നോക്കി നോക്ക്. യസ്അലുനി അൻ ദമിൽ ബഊദ, ഒരു കൊതുകിന്റെ രക്തത്തിന്റെ വിഷയത്തിലാണ് ദീനിന്റെ മസ്അല ചോദിക്കുന്നത്. വഖദ് ഖതലു ഇബ്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ അക്കൂട്ടരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനെ കൊന്നത്, അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. ഇറാഖ് പറഞ്ഞാൽ എന്താ? കൂഫ, അന്നത്തെ കൂഫയാണ്. കൂഫക്കാരാണ് ചതിച്ച് ആരെ കൊന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിച്ചു വരുത്തി ചതി കാണിച്ച് കൊന്നത് അവരാണ്. എന്നിട്ട് പറയാണ്, അവര് ഈ ദമുൽ ബഊദ, അതത്ര വലിയൊരു മസലല്ല, കൊതുകിന്റെ ചോര എന്നുള്ള വലിയൊരു മസല, പേടിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചോദിക്കുന്നു. അവരാരെ കൊന്നിട്ടുണ്ട്? ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ട്. സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹുമാ റൈഹാനിയ മിനദ് ദുനിയ, ദുനിയാവിൽ എന്റെ റൈഹാനിയ, റൈഹാൻ എന്നുള്ള പദം അതൊരു ചെടിയാണ്, നല്ല ഗന്ധമുള്ള, നല്ല ആളുകൾക്ക് ആകർഷണം തോന്നുന്ന ഒരു ചെടിയാണ് റൈഹാൻ എന്ന് പറയുന്നത്. മക്കളെ പറ്റി റൈഹാൻ എന്ന് പല ഹദീസുകളിലും കാണാം. അത് വരാനുള്ള കാരണം ഉലമാക്കൾ പറയുന്നത്, നല്ല ഗന്ധമുള്ള പൂക്കളെല്ലാം നമ്മൾ എപ്പോഴും എടുത്ത് മണക്കുകയും ചുംബിക്കുകയും എല്ലാം അടുപ്പിച്ച് വെക്കും. മക്കളെ അതുപോലെ നമ്മൾ എടുത്ത് നമ്മുടെ ചേർത്ത് വെച്ച് ചുംബിക്കാനും അതുപോലെ തന്നെ അവരെ മണക്കാനും എല്ലാം ചെറിയ കുട്ടികളെ ആളുകൾ ചെയ്യാറുണ്ട്. ആ താരതമ്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റൈഹാൻ എന്നുള്ള പദത്തിന് റഹ്മത്ത്, കാരുണ്യം, റിസ്ഖ്, റാഹത്ത് എന്നീ അർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ന് പറയാറുണ്ട്. ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതിന്റെ ഭാഗം എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് ഈ കൊതുകിന്റെ ചോരയുമായി ബന്ധപ്പെട്ട മസല ചോദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉലമാക്കൾ, അറിവുള്ള ആളുകൾ അവരോട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ് എന്ന് നോക്കിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാറുള്ളൂ, മറുപടി പറയാറുള്ളൂ. കാരണം ആ വ്യക്തിയുടെ അവസ്ഥയും സാഹചര്യവും പ്രായവും ചുറ്റുപാടും എല്ലാം ചിലപ്പോൾ പറയുന്ന മറുപടിക്ക് ബാധകമായിട്ട് വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉലമാക്കളുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാടുകളിൽ കുറെ അറിവില്ലാത്ത ആളുകൾ ചെയ്യാറുണ്ട്. അതായത് വേറൊരു നാട്ടിലത്തെ ഒരാൾ വേറൊരു വിഷയം ചോദിച്ചത് മറ്റൊരു നാട്ടിൽ എടുക്കുന്ന അവസ്ഥ. അങ്ങനെയല്ല. ഉലമാക്കൾ വളരെ ഇൽമുള്ള, ഹിക്മത്തുള്ള ഉലമാക്കൾ ചെയ്യുന്ന കാര്യമാണ് ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവരുടെ സാഹചര്യത്തെ പരിഗണിക്കുക എന്നുള്ളത്. രണ്ടാമത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മിമ്മൻ അൻത, നീ എവിടുന്നാണ്, ഏത് കൂട്ടരിൽ നിന്നാണ്? അപ്പൊ ഇറാഖ് എന്നാണെന്ന് പറഞ്ഞു. ഇറാഖ് എന്ന് പറഞ്ഞാൽ കൂഫ. കൂഫക്കാരെ പറ്റി പറയുമ്പോൾ തന്നെ ഖവാരിജിയത്തിന്റെ, ഷിഈയത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ, പേരമക്കളെ അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നവരാണ്. എന്നിട്ടും ഈ ചെറിയ മസ്അലയിൽ അവർ ഇത്രയും ഗൗരവം കാണിക്കുന്നു. ഇത് ഖവാരിജികളുടെ ലക്ഷണമാണ്. ഖവാരിജികളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണത്. കാരണം അലി റളിയല്ലാഹുവിനെ കൊന്ന ആളുകളോട് പകരം ചോദിക്കാൻ, അവരെ വധിക്കാൻ വേണ്ടി ഹസൻ ഹുസൈൻ എന്നിവർ ചെന്നപ്പോൾ അവർ ഖവാരിജികളായിരുന്നു. ആ വധിക്കുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ നാവ് എന്ത് ചെയ്യരുത്, മുറിച്ചു കളയരുത്, ഞങ്ങൾക്ക് അള്ളാഹിനെ ദിക്ർ ചെയ്യാൻ പറ്റൂല. അവയവങ്ങളൊക്കെ മുറിച്ചാലും ഞങ്ങളെ നാവ് മുറിച്ചു കളയരുത്, ഞങ്ങളെ കൊല്ലുമ്പോ ഞങ്ങൾക്ക് അതുവരെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. അപ്പോ അത്ഭുതത്തോടുകൂടി ഹസൻ ഹുസൈൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഒരു വലിയനെ കൊന്നവരാണ് ഇവർ, എന്നിട്ടും അവർ പറയുന്നത് കണ്ടോ എന്നുള്ളത്. കാരണം അവർക്ക് എന്താണ് ഗൗരവം, എന്താണ് ഗൗരവമില്ലാത്തത്, എന്താണ് പ്രാധാന്യമുള്ളത്, എന്താണ് പ്രാധാന്യം കുറവ് അറിയില്ല. കാരണം അവരുടെ ബുദ്ധിക്ക് ശരി തോന്നിയതാണ് അവരെടുക്കുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ മസ്അല ഇത്ര ഗൗരവമായി കാണുകയും എന്നാൽ അതിനേക്കാൾ ഗൗരവമായ കാര്യങ്ങൾ നിസ്സാരമായി കാണുകയും ചെയ്ത ആളുകളെ പറ്റി പറഞ്ഞത്. ഇനി നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്, ഇവർ എന്റെ റൈഹാനികളാണ്, അഥവാ എനിക്ക് ഏറ്റവും നല്ല റാഹത്ത് നൽകുന്ന, അതുപോലെ തന്നെ അടുപ്പം നൽകുന്ന, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം ഇതും ഈ ബാബുമായി ബന്ധമുണ്ട്. കാരണം മക്കളോടുള്ള ഇഷ്ടം ചിലപ്പോ അത് നമ്മുടെ ദീനിനോടുള്ള ഒരു എന്താണ് പറയാ, ഒരു കമ്മിറ്റ്മെന്റ്, ദീനിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ അത് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്റെ മേലെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഖുതുബ നിർവഹിക്കുന്നതിന്റെ ഇടയില് ഹസന ഹുസൈന ഏതോ ഒരു കുട്ടി സ്വഫുകൾക്കിടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, മുട്ടുകുത്തിയിട്ടോ അല്ലെങ്കിൽ നടന്ന് കളിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ കുട്ടിയെ എടുത്ത് വീണ്ടും മിമ്പറിൽ മേൽ കയറി ഖുതുബ തുടരാൻ തുടങ്ങി. ജനങ്ങൾക്ക് ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കളിക്കുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് വന്ന് മിമ്പറിന്റെ മേലെ ഇരുന്നിട്ട് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അള്ളാഹു പറഞ്ഞത് എത്ര വലിയൊരു ശരിയാണ്, ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വലക്കും, നിങ്ങളുടെ ചില ഭാര്യമാരുടെ ഇണകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ ചില സന്താനങ്ങളിലും നിങ്ങൾക്കുള്ള ശത്രുക്കൾ ഉണ്ടാവും. അഥവാ ഇതൊരു തെറ്റല്ല, പക്ഷെ നമ്മുടെ ആ പ്രതിബദ്ധതയെ ചില നിമിഷത്തേക്കെങ്കിലും മാറ്റിക്കളയുന്ന അവസ്ഥ മക്കളിൽ എല്ലാവരിലുമല്ല, എല്ലാ പിതാക്കളിലുമല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മക്കളുണ്ടായതിനു ശേഷം പിന്നെ മക്കളോടുള്ള സ്നേഹം കാരണത്താൽ പല കാര്യങ്ങളിലും ചെയ്യുന്ന സ്വതകളിൽ കുറവ് വരുന്നവർ, പിന്നെ ഭീരുത്വം ബാധിക്കുന്നവർ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും നമ്മൾ കാണാറുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ബാബിൽ ഈ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബാബു ഹംലി സ്വബിയി അലൽ ആതിഖ്. അടുത്ത ബാബ് കുട്ടിയെ തോളിൽ ഇരുത്തുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അനിൽ ബറാ رضي الله عنه قال رأيت النبي صلى الله عليه وسلم والحسن صلوات الله عليه على عاتقه وهو يقول اللهم إني أحبه فأحبه. ഒരിക്കൽ ബറാ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, പിന്നെ ഹസൻ എന്നവരെ തന്റെ ആതിഖ് എന്ന് പറഞ്ഞാൽ തോളിന്റെയും കഴുത്തിന്റെയും ഇടയിലുള്ള ഈ ഭാഗത്തിന്, അതായത് ഈ ഭാഗത്തിന്റെയും കഴുത്തിന്റെ ഇടയിലുള്ള ഈ ഭാഗത്തെ തോള്, അവിടെ ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു ഇരുത്തി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഇന്നി യുഹിബ്ബുഹു, അല്ലാഹുവേ ഞാൻ പിന്നെ ഇവനെ ഇഷ്ടപ്പെടുന്നു, ഫഅഹിബ്ബഹു, നീയും അവനെ ഇഷ്ടപ്പെടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. അഥവാ കുട്ടികളോടുള്ള ഇഷ്ടം ആളുകളുടെ ഉള്ളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്, അവർക്ക് ഹിദായത്തിന് വേണ്ടി, അതുപോലെ അവർക്ക് പല നന്മകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. അടുത്ത ബാബു അൽ വലദി ഖുർറത്തുൽ ഐൻ. മക്കൾ എന്നുള്ളത് കൺകുളിർമയാണ്, മകൻ എന്നുള്ളത് അല്ലെങ്കിൽ മക്കൾ എന്നുള്ളത് കൺകുളിർമയാണ് എന്നുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അൻ ജുബൈർ ഇബ്നു നുഫൈർ ഖാല, ജുബൈർ ഇബ്നു നുഫൈർ എന്ന താബിഈ പറയുകയാണ്, ജലസ്ന ഇലൽ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് യൗമൻ, ഞങ്ങൾ ഒരിക്കൽ സഹാബിയായ മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇരിക്കുകയാണ്. ആ സഹാബിയുടെ ഒപ്പം ഇരിക്കുകയാണ്. ഫമറ ബിഹി റജുലുൻ ഫഖാല, അപ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് ആ വ്യക്തി പറഞ്ഞു, തൂബ ലിഹാതൈനിൽ ഐനൈൻ അല്ലതൈനി റഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ട് കണ്ണുകൾക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്താ കണ്ണുകളുടെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട രണ്ട് കണ്ണുകളാണ്. സഹാബികളുടെ ഫضل അതാണ്. ഒരാൾ സഹാബിയാകുന്നപ്പോഴാണ് ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ എന്താവുന്നത്? സഹാബിയാകുന്നത്. ഒന്ന് കണ്ടാൽ മതി, ഒരു നിമിഷം കണ്ടാൽ മതി, അവരുടെ ദർജ മാറി. ഒരു നിമിഷം, കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒരു നിമിഷം കണ്ടാൽ മതി. കാണുക എന്നുള്ള കണ്ണ് കാണാത്ത സ്വാമിമാരുണ്ട്, ഒപ്പം ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു നിമിഷം മതി സഹാബിയുടെ ദർജയിലെത്തി. സഹാബിയുടെ ദർജ ഉന്നതമാണ്. അപ്പോ ഈ താബീങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു സഹാബികളോട്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ചു എന്നതുകൊണ്ട്. അപ്പോ ഈ കണ്ണിന് വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി, ഈ വന്ന വ്യക്തി പറയാണ്, അല്ലാഹുവാണ്, ലവദിദിന അന്നാ റഅയ്നാ മാ റഅയ്ത, ഞങ്ങൾ കൊതിച്ചു പോവാ, നിങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങളും കണ്ടിരുന്നെങ്കിൽ. സ്വഹാബിനോട് പറയാണ്, നിങ്ങൾ കണ്ട ഞങ്ങളും കണ്ടിരുന്നെങ്കിൽ കൊതിച്ചു പോവാൻ ഏതൊരു മുഅ്മിനും ഉണ്ടാവും.
അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. എന്നിട്ട് പറയാണ്, നിങ്ങൾ സാക്ഷ്യം വഹിച്ചതിനൊക്കെ ഞങ്ങളും സാക്ഷ്യം വഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. അപ്പോ ഇത് കേട്ടപ്പോ സഹാബിക്ക് മിഖ്ദാദിന് അസ്വദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു, കോപം വന്നു. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ജുബൈർ ബിൻ നുഫൈർ പറയാൻ, ഞാൻ അത്ഭുതപ്പെട്ടു. ആ വന്നാള് പറഞ്ഞെന്താ, നല്ല കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ സഹാബിക്ക് ദേഷ്യം വരുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. മാ ഖാല ഇല്ലാ ഖൈറൻ, അയാൾ നല്ലല്ലാതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സുമ്മ അഖ്ബല അലൈഹി ഫഖാല, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇത് ഉദ്ധരിക്കുന്ന ഈ താബിഈ ഈ സഹാബിയുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, മാ യഹ്മിലു റജുല അലാ അൻ യതമന്നാ മഹ്ദറൻ ഗയ്യബഹു അല്ലാഹു അൻഹു ലാ യദ്രി ലൗ ഷഹിദഹു കൈഫ യകൂനു ഫീഹി. അഫനല്ല, ഈ സഹാബി പിന്നെ ആളുകളോട് പറഞ്ഞു, മാ യഹ്മിലു റജുല അലാ അൻ യതമന്നാ മഹ്ദറൻ ഗയ്യബഹു അല്ലാഹു അൻഹു, ഒരാളുടെ അവസ്ഥ എന്താണ്, അയാൾ എന്തിനാണ് അള്ളാഹു അയാൾക്ക് നൽകാത്ത, അള്ളാഹു അയാളെ എത്തിക്കാത്ത ഒരു കാര്യത്തിന്റെ മേലെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലാ യദ്രി ലൗ ഷഹിദഹു കൈഫ യകൂനു ഫീഹി, അയാൾക്ക് അറിയില്ലല്ലോ അയാൾ അതിലുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാകുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ പല യുദ്ധങ്ങളിലും പങ്കെടുത്ത സഹാബിയാണ്. അപ്പൊ ഈ സഹാബിയോടെ വന്ന് പറയുന്നത്, നിങ്ങൾ ഉണ്ടായിരുന്ന പോലെ ഞങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ. പല ആളുകളൊന്നും പറയാറുണ്ട്, സഹാബികളുടെ കാലത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സഹാബികളോടൊപ്പം ആയിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഈ സഹാബി ദേഷ്യത്തോടുകൂടി ചോദിക്കുകയാണ്, അള്ളാഹ് ഒഴിവാക്കിയ ഒരു കാര്യം ഇവൻ എന്തെങ്കിലും ആഗ്രഹിക്കേണ്ട ആവശ്യം എന്താ, അല്ലെങ്കിൽ അവൻ ആ അവസ്ഥയിലായിരുന്നെങ്കിൽ അവൻ എങ്ങനെയാണ് എന്താകും എന്നറിയാ. എന്നിട്ട് പറയാണ്, വല്ലാഹി അല്ലാഹു ആണ്, ലഖദ് ഹദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്വാമുൻ, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരായിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. കബ്ബഹുമുല്ലാഹു അലാ മനാഖിരിഹിം ഫീ ജഹന്നം, ആ ആളുകളെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കണ്ട ആളുകൾ തന്നെ ആര്? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അബൂലഹബും ഒക്കെ റസൂലുള്ളാഹിനെ കണ്ട ആളുകളാണ്. ഒക്കെ മക്കത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. ഒക്കെ കഅബത്തിന്റെ അടുത്തുണ്ടായിരുന്ന ആളുകളാണ്. അവരൊക്കെ അള്ളാഹ് നരകത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ലം യുജീബുഹു വലം യുസദ്ദിഖൂഹു, കാരണം എന്താ, അവര് റസൂലുള്ളാഹിക്ക് ഉത്തരം ചെയ്തില്ല, റസൂലുള്ളാഹിനെ സത്യപ്പെടുത്തില്ല. എന്നിട്ട് ഈ സഹാബി പറയാണ്, അവലാ തഹ്മദൂന അല്ലാഹ അസ്സ വജല്ല ഇദ് അഖ്റജകും ലാ തഅരിഫൂന ഇല്ലാ റബ്ബകും, നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിച്ചാ പോരെ, നിങ്ങൾക്കറിയില്ല എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. അതിൽ നിന്ന് അള്ളാഹു നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കല്ലേ വേണ്ടത്. നിങ്ങൾ സ്വഹാബി ആയില്ല, അല്ലെങ്കിൽ താബി ആയില്ല, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടുകയാണ് വേണ്ടത്. അള്ളാഹു നിങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതിന് നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കല്ലേ വേണ്ടത്. ഫതുസദ്ദിഖൂന ബിമാ ജാഅ ബിഹി നബിയ്യുക്കും, നിങ്ങളുടെ നബി കൊണ്ടുവന്നതിനെ നിങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഖൈർ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച് ഇസ്ലാമിലാവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഖദ് കുഫീതുമുൽ ബലാ ബിഗൈരിക്കും, നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ബാധിച്ച ബലാ തന്നെ മനസ്സിലാക്കിയാ പോരെ. അതാ ബാക്കിയുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടും സംഭവിച്ച അവസ്ഥകൾ നോക്കിയാ പോരെ. എന്നിട്ട് പറയാണ്, വല്ലാഹി ലഖദ് ബുഇസ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അശദ്ദി ഹാലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് ഏറ്റവും കടുപ്പം നിറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു. ബുഇസ അലൈഹാ നബിയ്യുൻ ഖത്തു ഫീ ഫത്രത്തിൻ വജാഹിലിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് നബിമാരില്ലാത്ത വലിയൊരു ഇടവേളയിൽ ജാഹിലിയത്ത് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. മാ യറൗന അന്ന ദീനൻ അഫ്ളല മിൻ ഇബാദത്തിൽ ഔസാൻ, അവര് മനസ്സിലാക്കിയില്ല ഇസ്ലാമാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഫജാഅ ബിഫുർഖാൻ ഫഫറഖ ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ ഫുർഖാൻ കൊണ്ടുവന്നു, ഖുർആൻ കൊണ്ടുവന്നു. എന്നിട്ട് ഹഖും ബാത്തിലും വേർതിരിച്ചു. വഫറഖ ബിഹി ബൈനൽ വാലിദി വവലദിഹി, ഉപ്പാനെയും മക്കളെയും തമ്മിൽ വേർതിരിക്കേണ്ടായി, അഥവാ ഇസ്ലാമിന്റെ പേരിൽ. ഹത്താ ഇൻ കാന അർറജുലു ലയറാ വാലിദഹു ഔ വലദഹു ഔ അഖാഹു കാഫിറൻ, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ അവന്റെ ഉപ്പായനെയോ മക്കളെയോ സഹോദരനെയോ കാഫിറായി കാണുന്ന അവസ്ഥ വരെയുണ്ടായി. വഖദ് ഫതഹ അല്ലാഹു ഖുഫില ഖൽബുഹു ബിൽ ഈമാൻ, ആ ഉപ്പ മക്കൾ എന്നുള്ള സ്നേഹത്തിന്റെ കെട്ട് ഈമാൻ കൊണ്ട് അള്ളാഹു തുറന്നു കൊടുത്തു. ഈമാനിന്റെ പേരിൽ മാത്രം സ്നേഹിക്കാൻ അള്ളാഹു അവസരം കൊടുത്തു. വയഅലമു അന്നഹു ഇൻ ഹലക ദഖല അന്നാർ, അവർക്ക് മനസ്സിലായി അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നരകത്തിലായിരിക്കുമെന്ന്. ഫലാ തഖിറു ഐനുഹു, അവരുടെ മക്കളെ കൊണ്ട് അവരുടെ കൺകുളിർമ അവർക്ക് കിട്ടിയിട്ടില്ല. വഹുവ യഅലമു അന്ന ഹബീബഹു ഫിന്നാർ, അവർക്ക് അറിയാമായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ നരകത്തിലായിരിക്കുമെന്ന്. വഅന്നഹാ ലല്ലതി ഖാല അല്ലാഹു അസ്സ വജൽ, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്ത്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ, അല്ലാഹുവേ
ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ ഭാര്യമാരും സന്താനങ്ങളും ഞങ്ങളുടെ കൺകുളിർമയാക്കണമേ. ഇവിടെ ഈ പറഞ്ഞതിന്റെ ആകെത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച കാലത്ത് സ്വഹാബികളുടെ അവിടെ ഉണ്ടായ മതിയായിരുന്നു, അതുപോലെ ആയാൽ മതിയായിരുന്നു, പല ആളുകളും ആഗ്രഹിക്കുന്ന കാണാം. യഥാർത്ഥം നമുക്കറിയില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒപ്പമാകുമോ, അബൂജഹലിന്റെയും അബൂലഹബിന്റെ ഒപ്പമാകുമോ നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു നമുക്ക് ഇപ്പൊ നൽകിയ അനുഗ്രഹം എന്താണ്? ഈമാനാണ്, ഇസ്ലാമാണ്. അതിന് നന്ദി കാണിക്കുകയാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സന്ദർഭത്തിൽ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ വേർതിരിഞ്ഞിട്ടുണ്ട്. വാപ്പയും മക്കളും തമ്മിൽ വേർതിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ബദറിലെല്ലാം ഉപ്പയും മക്കളും രണ്ട് ഭാഗത്തായി യുദ്ധം ചെയ്തിട്ടുണ്ട്. സ്വന്തം സ്നേഹബന്ധം ഉണ്ടാകേണ്ട മാതാപിതാക്കളെയും മക്കളെയും സഹോദരനെയും കാഫിറായി കണ്ട് അവർ നരകത്തിലാണെന്ന് കാണേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത് ഈ സഹാബി പറയാണ്, അവർക്ക് കൺകുളിർമയായിട്ട് അവരുടെ മക്കൾ മാറിയിട്ടില്ല. അഥവാ ഉപ്പ ഇസ്ലാം സ്വീകരിച്ചു, മക്കൾ ഇസ്ലാം സ്വീകരിച്ചില്ല, കൺകുളിർമയാവില്ല. പക്ഷെ ആ വിഷയത്തിലാണ്, അങ്ങനെയാണ് അള്ളാഹു തആല ഈ ദുആ ഇറക്കിയത്, ഞങ്ങളുടെ കൺകുളിർമയാക്കണമേ. ഒരു മുഅ്മിനിന് അവരുടെ മക്കൾ ഏറ്റവും കൺകുളിർമയാകുന്ന എപ്പോഴാണ്? അവരുടെ മക്കള് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഒരു മുഅ്മിന് എപ്പോഴും കൺകുളിർമയാകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ദുആ. ഇവിടെ ബാബിൽ ഉദ്ദേശിച്ചത് ഏതൊരു പിതാവിനും മാതാവിനും അവരുടെ മക്കൾ അവർക്ക് കൺകുളിർമയായിട്ടുള്ള ആളുകളാണ് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്വഹാബി പറഞ്ഞ വാക്കുകൾ നമ്മൾ ചിന്തിക്കേണ്ട, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വാക്കുകളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത ദിവസം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.